ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിലൊന്നായ പനാമ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജലപാതയിലൂടെയുള്ള യാത്രയ്ക്ക് US കപ്പലുകളിൽ പനാമ അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന് ആരോപിച്ചു. ഞങ്ങളുടെ നാവികസേനയോടും വാണിജ്യത്തോടുമുള്ള സമീപനം അന്യായവും വിവേചനപരവുമാണ്. പനാമ ഈടാക്കുന്ന ഫീസ് പരിഹാസ്യമാണ് എന്ന് ട്രംപ് ശനിയാഴ്ച സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അറിയിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രത്തിനെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതാണ് പനാമ കനാൽ. 1914 കനാൽ ഫ്രാൻസ് ഉപേക്ഷിച്ചതിന് ശേഷം അമേരിക്ക ഏറ്റെടുത്ത നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു. 81 കിലോമീറ്ററാണ് കനാലിന്റെ നീളം. 1999 കനാലിന്റെ നിയന്ത്രണം പൂർണ്ണമായും പനാമയ്ക്ക് കൈമാറിയിരുന്നു. പനാമ കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് അമിത നിരക്ക് ഈടാക്കുന്ന നടപടി തുടർന്നാൽ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് അരിസോണയിൽ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത്. പനാമ കനാൽ ഉപയോഗിക്കുന്നതിന് പനാമ അമിത നിരക്ക് ഈടാക്കുന്നുവെന്നും ഇതിന് മാറ്റം വരുത്തിയില്ല എങ്കിൽ US സഖ്യകക്ഷിയോട് കനാൽ കൈമാറാൻ ആവശ്യപ്പെടുമെന്നും ട്രംപ് വെല്ലുവിളിക്കുകയായിരുന്നു. കനാലിന്റെ അധികാരം തെറ്റായ കൈകളിലേക്ക് എത്താൻ അനുവദിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയ ട്രംപ് ഈ പാതയിലെ ചൈനീസ് അധിനിവേശത്തെ അവഗണിക്കില്ല എന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. പനാമ ഇത്തരത്തിൽ അമിത നിരക്ക് ഈടാക്കുന്നത് അധിക്ഷേപമാണ്. പ്രത്യേകിച്ച് അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് കനാലെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് പരിഹാസ്യമാണ്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനല്ല കനാൽ വിട്ടുകൊടുത്തത്. അമേരിക്കയും പനാമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗം മാത്രമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മഹത്തായ ദാനത്തിന്റെ ധാർമ്മികവും നിയമപരവുമായ തത്വങ്ങൾ പാലിക്കപ്പെടുന്നില്ല എങ്കിൽ പനാമ കനാൽ പൂർണ്ണമായും തിരിച്ചു നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു. ആഗോള വിപണിയുടെ നല്ലൊരു ശതമാനം വ്യാപാരവും നടക്കുന്നത് പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന പനാമ കനാലിലൂടെയാണ്. ഇതുവഴി അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് എത്താൻ 8 മുതൽ 10 മണിക്കൂർ വരെയാണ് എടുക്കുക. 1904 നിർമ്മാണം പൂർത്തിയായ 82 കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ 1999 അമേരിക്ക പനാമയ്ക്ക് നൽകുന്നത്. 1977 ടോറിയോസ് കാർട്ടൽ ഉടമ്പടി പ്രകാരം അതുവരെ അമേരിക്കയുടെ പൂർണ്ണ അധികാരത്തിലായിരുന്നു കനാൽ. കിഴക്കൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിന്റെ 40% ഈ വഴിയാണ് നടക്കുന്നത്. പനാമയുടെ പ്രസിഡന്റ് ജോസ് റൗൾ മുലീനോ പിന്നീട് ട്രംപിന്റെ ഭീഷണി തള്ളിക്കളഞ്ഞു. കനാലിന്റെ ട്രാൻസിറ്റ് ഫീസ് ഉയർത്തിയിട്ടില്ല എന്നും അതിന്റെ പരമാധികാരം വീണ്ടും ചർച്ച ചെയ്യാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. US കനാലിന്റെ പൂർണ്ണ നിയന്ത്രണം പനാമയ്ക്ക് കൈമാറി 25 വർഷത്തിന് ശേഷമാണ് ട്രംപിന്റെ ഭീഷണി ഉയരുന്നത്. 1977 പ്രസിഡന്റ് ജിമ്മി കാർട്ടൽ ടോറി ജോസ് കാർട്ടൽ ഉടമ്പടികൾ ചർച്ച ചെയ്തു. ഈ ഉടമ്പടി പനാമയ്ക്ക് കനാലിന്റെ നിയന്ത്രണം നൽകി. നിലവിൽ പനാമ കനാൽ അതോറിറ്റിക്കാണ് കനാലിന്റെ അധികാരമുള്ളത്. US ഇപ്പോഴും കനാലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവാണ്. കനാലിന്റെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവ് ചൈനയാണ്. ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഒരു ചൈനീസ് കമ്പനി കനാലിനോട് ചേർന്നുള്ള 5 തുറമുഖങ്ങളിൽ 2 നിയന്ത്രിക്കുന്നുണ്ട്. എന്നാൽ കനത്ത വരൾച്ച കാരണം പനാമ കനാലിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ കപ്പൽ ഗതാഗതത്തിൽ 29% കുറവുണ്ടായതായി കനാൽ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ 9,944 കപ്പലുകൾ മാത്രമാണ് കനാലിൽ കടന്നത്. കനാൽ ചൈനയുടേതല്ല എന്ന് പറഞ്ഞ ട്രംപ് തന്റെ പോസ്റ്റിൽ കനാൽ തെറ്റായ കൈകളിലെത്താൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.